ഈ അബോർഷൻ ചെയ്ത സോളുകൾ ഉണ്ടാക്കുന്ന ദുരിതങ്ങളെപ്പറ്റി നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും കുറേ പേർക്ക് ഇപ്പോഴും അറിയില്ല ഇതിൻ്റെ ദുരന്തങ്ങൾ എന്താണ്, ഇതിങ്ങനെ ചെയ്തിട്ടുള്ള ആളുകളുടെ കുടുംബത്തിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. പലരും പല പല ന്യായീകരണങ്ങൾ പറയും, അതങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് 3 മാസത്തിന് മുമ്പ് സംഭവിച്ചതാണ്, അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞിട്ട് ചെയ്തതാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ന്യായങ്ങൾ പലരും പറയാറുണ്ടെങ്കിലും ഇതൊരു റിയാലിറ്റിയാണ്. മഹാകാളി ഹീലിംഗ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാം ഈ സോൾ റിലീസിങ് പ്രോഗ്രാമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് വേണ്ടിയിട്ടാണ് ദേവി എനിക്ക് ഈ ഒരു കഴിവ്, അതിനൊരു ടെക്നോളജി എനിക്ക് പറഞ്ഞു തന്നേക്കുന്നത്. പക്ഷേ അത് സെയിം ടെക്നോളജി ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ശത്രുബാധനയും അതുപോലെ കൈവിഷത്തിനെയൊക്കെ റിലീസ് ചെയ്യാനുള്ള ടെക്നോളജി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തത്. ആദ്യം ഈ സോൾ റിലീസിങ് പ്രോഗ്രാമുകളാണ് നമ്മൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ആ ഒരു ഇതിൽ നിന്ന് തന്നെ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് തന്നെ മറ്റുള്ള പ്രോഗ്രാമുകൾ നമ്മളുടേതായ ഒരു ഇൻഡ്യൂഷനിൽ ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് ഇപ്പോൾ വിജയകരമായിട്ട് നമ്മൾ കൈവിഷവും ഇതേപോലുള്ള ശത്രുബാധകളെയൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട്. എല്ലാം ദൈവയുടെ അനുഗ്രഹം, അത്രയേ പറയുന്നുള്ളൂ. അപ്പോൾ ഇതുണ്ടാക്കുന്ന വിപത്തുകൾ അതിഭീകരമാണ്. ചിലപ്പോൾ നിങ്ങളുടെ സമയം നല്ലതാണെങ്കിൽ, ചിലപ്പോൾ നല്ല പ്ലാനറ്റ്സ് ആയിരിക്കും നിങ്ങളെ ഭരിക്കുന്നത്, ഗ്രഹനാഥനെ, അപ്പോൾ നിങ്ങളെ ബാധിക്കില്ല. പക്ഷെ അതുവരെ അവർ സൈലൻ്റായിട്ട് നിങ്ങളുടെ ശരീരത്തിലിരിക്കും. കാരണം ഒരു സോള് തന്നെ, ഒരു അബോർഷൻ ചെയ്തൊരു സോള് അത് വിഘടിച്ചിട്ട് ഒരാളുടെ അല്ല പലരുടെയും ശരീരത്തിൽ കയറും. ആ കുടുംബത്തിലുള്ള 2-3 പേരുടെ ശരീരത്തിൽ കയറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. 3 അല്ല, ചിലപ്പോൾ 4 പേരുടെ 5 പേരുടെയും മേത്ത് കയറിയിരിക്കുന്ന കേസുകൾ ഞാൻ ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. കാരണം ഒരു 1.5 വർഷം മുന്നേ വരെ ഒന്നും എനിക്ക് ഇതിനെപ്പറ്റി യാതൊരു അറിവുണ്ടായിരുന്നില്ല, ഇത്രയൊക്കെ ഭീകരമായ സംഭവങ്ങളാണെന്നുള്ളത്. പക്ഷേ ഇത് ചെയ്തു തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലോട്ട് എനിക്ക് കടക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഒത്തിരി കേസ് ചെയ്തായിരുന്നു. ഇപ്പോഴും ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ ഇത് ചെയ്യാനായിട്ട്. അബോർഷൻ ചെയ്ത ആളുകൾ അവർ തിരിച്ചറിയുന്നില്ലെന്ന് മാത്രം, പലരും തിരിച്ചറിയുന്നില്ല ഇതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കണതെന്ന്. അപ്പോൾ കുറേ വർഷം കഴിഞ്ഞ് ഒരു സമയം നന്നായിട്ടിരിക്കുന്ന ഒരാൾക്ക് തൽക്കാലം കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അവർ സുഖമായിട്ട് അങ്ങനെ പോകും. പക്ഷേ ഒരു 10, 15 അല്ലെങ്കിൽ 20 വർഷമൊക്കെ കഴിയുമ്പോഴായിരിക്കുള്ളൂ അവരുടെ സമയം മോശമാവുന്നത്. ആ സമയം മോശമാകുമ്പോൾ ഇവർ കയറി അങ്ങ് പിടിക്കും. അപ്പോൾ മിക്കവാറും കേസുകളിൽ ഞാൻ കണ്ടേക്കണത് കുട്ടികൾ, ഇപ്പോൾ അബോർഷൻ ഒരെണ്ണം നമ്മൾ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ വേറെ കുട്ടികളുണ്ടാവും. ആ കുട്ടികളുടെ സ്വഭാവങ്ങൾ പെട്ടെന്ന് മാറും. അവർ ഭയങ്കര പൊട്ട സ്വഭാവമായിട്ട് മാറുകയാണ്. നന്നായിട്ട് നടന്നിരുന്ന പയ്യൻ അല്ലെങ്കിൽ ഒരു മോളായിരിക്കാം, ഒരു മോനായിരിക്കാം, അവർ ഭയങ്കര ദേഷ്യക്കാരും ഭയങ്കര മോശ സ്വഭാവക്കാരും, അച്ഛനും അമ്മനെയൊക്കെ ചീത്ത വിളിക്കുക, അവരെ ഭീഷണിപ്പെടുത്തുക, അതേപോലത്തെ പെട്ടെന്നൊരു ചേഞ്ചാണ്. അപ്പോൾ ഇവർ കിടുങ്ങിപ്പോവും. കാരണം ഇതെങ്ങനെ സംഭവിക്കുന്നു, ഇതുവരെ കുഴപ്പമില്ലാത്ത ആളല്ലേ പെട്ടെന്നാണല്ലോ ഈ മാറുന്നത്. അതുപോലെ നിരവധി കേസുകൾ നമ്മൾ ഇടപെട്ടിട്ടുണ്ട്, ദേവി അത് ശരിയായി കൊടുത്തിട്ടുണ്ട്. അതേപോലെ ചെറിയ കുട്ടികൾ, കൊച്ചു കുട്ടികൾ, അതായത് ഒരു ചിലപ്പോൾ ഇപ്പം അടുത്ത ജനറേഷൻ ആയിരിക്കും, അബോർഷൻ ചെയ്ത ആളുടെ മകൻ്റെ മകളായിരിക്കും. അത്തരം കേസുകളും ഈ സംഭവം ബാധിക്കും. അത് അങ്ങോട്ടേക്കും സ്പ്രെഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കേസ് നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്തു കൊടുത്തായിരുന്നു. അപ്പോൾ അവരുടെ ഫാമിലിയിൽ മൊത്തം എല്ലാവർക്കും നമ്മൾ ഹീലിംഗ് അപ്പോൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ കുടുംബത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കൊച്ചുകുട്ടികളാകുമെന്ന് പറഞ്ഞാൽ അവർ പറയുന്ന വാക്കുകൾ, ഉപയോഗിക്കുന്ന പദങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കാത്ത പ്രയോഗങ്ങളായിരിക്കും. അത് എവിടെ നിന്ന് ഇവർ പഠിച്ചു എന്ന് വരെ നമുക്ക് മനസ്സിലാവില്ല. അതുപോലത്തെ വളരെ മോശപ്പെട്ട കാര്യങ്ങളായിരിക്കും അവർ സംസാരിക്കുക. അതെല്ലാം ആ സോളിൻ്റെ ഒരു പരിപാടിയാണ്, സോളിൻ്റെ പ്രവർത്തനമാണ്. അപ്പോൾ ഇത് റിലീസ് ചെയ്ത് നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ മിക്ക ആളുകൾക്കും വളരെ നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരു ഭയങ്കരമായ ഉറക്കക്ഷീണം, തളർച്ച ഒക്കെ 2 ദിവസമൊക്കെ ഉണ്ടാവും, മിക്കവർക്കും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഭയങ്കര ഫ്രഷായിട്ടുള്ളൊരു ഫീലിങ്ങിലേക്ക് എത്തും. അപ്പോൾ ഇത് അബോർഷൻ സോളിൻ്റെ ഈ ഒരു വർക്ക് നമ്മൾ കുറച്ചാളും കഴിയുമ്പോൾ നമ്മൾ മിക്കവാറും സ്റ്റോപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് ചെയ്ത് എനിക്ക് വാസ്തവം പറഞ്ഞാൽ മടുത്തു. അപ്പോൾ ചെയ്യാനുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മൾ കുറച്ചുകൂടി കാലങ്ങളെ ഈ പരിപാടികൾ ചെയ്യുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ സോളിൻ്റെ പരിപാടി നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ദേവി പറഞ്ഞിട്ടില്ല സ്റ്റോപ്പ് ചെയ്യാൻ, പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നു, അതുകൊണ്ട് പറയുന്നതാണ്. ഞാൻ കൂടുതലും ഈ യാത്രകളിലേക്കൊക്കെ തിരിയാനുള്ള പരിപാടിയാണ്. എനിക്ക് എല്ലാ സ്ഥലങ്ങളിലും യാത്രകൾ, അമ്പലങ്ങളും അതുപോലെ സ്ഥലങ്ങളൊക്കെ പവർഫുള്ളായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാനായിട്ടുള്ള ആഗ്രഹിക്കുന്ന ഒരു മൈൻഡ് സെറ്റാണ് ഇപ്പോൾ എനിക്കുള്ളത്.
അപ്പോൾ അതുകൊണ്ട് ഹീലിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചൊന്ന് റെഡ്യൂസ് ചെയ്യും. മിക്കവാറും നമ്മൾ ഒരു മാസത്തിൽ ഫുള്ളായിട്ട് ഹീലിംഗ് ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു ദിവസം പോലും വിശ്രമമില്ലാത്ത ഹീലിംഗാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളൊരു 15 ദിവസം അല്ലെങ്കിൽ 20 ദിവസമൊക്കെ ഹീലിംഗ് ആക്കി ചുരുക്കും. ബാക്കി ദിവസങ്ങളിൽ യാത്രകൾ വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം എൻ്റേതായിട്ടുള്ള ഒരു ആത്മീയ യാത്ര, ഒരു മോക്ഷത്തിലേക്കുള്ള എൻ്റെ യാത്രയിൽ ഇതെല്ലാം എനിക്ക് തടസ്സങ്ങളാണ്. മറ്റുള്ളവരുടെ നെഗറ്റിവിറ്റിയിൽ കയറി ഇടപെടുന്നതും ഇത്തരം കാര്യങ്ങളൊക്കെ എൻ്റെ ആത്മീയ ജീവിതത്തിന് തടസ്സം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെന്ന് എനിക്കറിയാം. ഇത് ബോധത്തോടെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷേ ദേവിയുടെ കൽപ്പന കിട്ടിയതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോഴും അത് ചെയ്യുന്നത്. പക്ഷേ ദേവി പറയാതെ എനിക്ക് നിർത്താൻ പറ്റില്ല എന്നുള്ള വേറൊരു വസ്തുതയാണ്. ദേവി പറയും നിർത്തിക്കോളൂ എന്ന് പറയുമ്പോൾ മാത്രമേ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തൽക്കാലം നമ്മൾ കുറയ്ക്കുന്നേ ഉള്ളൂ, സ്റ്റോപ്പ് ചെയ്യുന്നില്ല. അത് ദേവിയുടെ കൽപ്പന കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഞാനത് സ്റ്റോപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ ചെയ്യാനുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരിക. നമ്മൾ ആ ഒരു കാര്യത്തിന് റിസൾട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടും എന്നുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. കൂട്ടത്തിൽ ഇതുവരെ ചെയ്ത അനുഭവം വെച്ചിട്ടാണ് ഇത് പറയുന്നത്. ആ ഒരു സോളിനെ നമ്മൾ മോക്ഷത്തിലേക്ക് പറഞ്ഞയക്കുന്നൊരു പുണ്യപ്രവൃത്തി കൂടിയാണ്. അത് മോക്ഷത്തിലേക്ക് പോയി അടുത്ത ജന്മത്തിലേക്ക്, അല്ല അടുത്ത ജന്മം ഉണ്ടെങ്കിൽ അടുത്ത ജന്മത്തിലേക്ക് അത് വന്നോട്ടെ, നിങ്ങൾ അതിനെ സഹായിക്കൂ. അപ്പോൾ ഒരു സോളിനെ നമ്മൾ റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2-3 പേരുടെ ശരീരത്തിലുണ്ടെന്ന് വിചാരിക്കുക. എല്ലാത്തിൽ നിന്നും അത് റിലീസ് ചെയ്ത് അതിൻ്റെ അംശങ്ങളെ അങ്ങോട്ടേക്ക് സെൻഡ് ചെയ്ത് പറഞ്ഞയച്ചെങ്കിൽ മാത്രമാണ് പൂർണ്ണമായിട്ടും അത് പോവുള്ളൂ. അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രമേ പോകത്തുള്ളൂ. അപ്പം അതുകൊണ്ട് അത് കൃത്യമായി കണ്ടുപിടിച്ച് ആ സോളിനെ മോക്ഷത്തിലേക്ക് പറഞ്ഞേക്കാനായിട്ട് ശ്രമിക്കണം. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.